യേശു ചെയ്ത അത്ഭുതമാണ്, യേശു ചെയ്ത അത്ഭുതമാണ്. മെഡിക്കൽ സയൻസ് അവരോട് രണ്ടുപേരോടും പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുവാൻ, ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുകയില്ല എന്ന്. ഹല്ലേലൂയ. എന്തെല്ലാം ചികിത്സ ചെയ്യാമോ അതെല്ലാം ചെയ്തു കഴിഞ്ഞായിരുന്നു അല്ലേ? എല്ലാം ചെയ്തായിരുന്നു. ഒന്നും ഇനി ചെയ്യാൻ ബാക്കിയില്ലായിരുന്നു. ആ സമയത്താണ് അവർ ഈ സാക്ഷ്യം കേട്ടത്. ഞങ്ങളുടെ സാക്ഷി ഇതുവരെ കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയാം, 3 ഹോസ്പിറ്റൽ വിധി എഴുതി നിങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുത്തോ, നിങ്ങൾക്കൊരു കുഞ്ഞിനെ ഉണ്ടാകുകയില്ല, നിങ്ങളുടെ വൈഫ് കൺസീവ്ഡ് ആവുകയില്ല എന്ന് വിധിച്ച സമയത്ത് കർത്താവ് പറഞ്ഞില്ല, നിനക്ക് ആവശ്യമുള്ള കുഞ്ഞിൻ്റെ ഉടുപ്പ് മേടിച്ച് സ്തോത്രം ചെയ്തു. ഞങ്ങൾ ആ ഉടുപ്പ് മേടിച്ച് സ്തോത്രം ചെയ്ത സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ മോൾ ഇന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുക. എൻ്റെ മോനോട് വന്നിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുപോടാ. ഇവൻ്റെ പേര് ബ്ലെസ്സിങ്. ഇവിടെ വേടാ. ഇവനെ കണ്ടോ? ഇവൻ്റെ പേര് ബ്ലെസ്സിങ്. ഇതിപ്പം വന്നതാ, ഇതിപ്പോൾ 8 മാസമായുള്ളൂ വന്നിട്ട്. ഇതിന് മുമ്പുള്ള ഒരെണ്ണം 2ാം ക്ലാസ്സിൽ പഠിക്കുക ഇപ്പം. അപ്പം ഈ സാക്ഷ്യം കേട്ടിടത്തെല്ലാം സഹോദരങ്ങൾ വിശ്വാസത്താൽ ഇതുപോലെ ഉടുപ്പ് മേടിച്ച് വെച്ച് സ്തോത്രം ചെയ്തു. വേറൊന്നുമല്ല, കർത്താവിൻ്റെ പ്രവൃത്തി നടക്കുമെന്നുള്ള ഉറപ്പോടെ. അവരിലൊരൊറ്റ വ്യക്തി പോലും ലജ്ജിച്ചു പോയിട്ടില്ല. ഇപ്പം ഇതൂടെ കൂട്ടി ഈ ഒരു ഇയേഴ്സ് ഓഫ് പീരീഡിനകത്ത് ഞങ്ങൾ കേൾക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഒന്നാണിത്. ഹല്ലേലൂയ. ഒരുപാട് സാക്ഷ്യങ്ങൾ. എന്നാ കുഞ്ഞിന് പേരിട്ടെ? സനീഷ. ഹല്ലേലൂയ. ബ്ലെസ് ചെയ്യുന്നു മോനെ. താങ്ക് യു ജീസസ്. ഇന്ന് ഇതുപോലെ മക്കളില്ലാതെ ശാപമാണെന്നൊക്കെ പറഞ്ഞ് ഒഴിച്ചു പഴിച്ചിട്ടിരിക്കുന്ന സകല വിഷയത്തെ എടുത്തു വെച്ചോണ്ട് വിളിച്ചു പറഞ്ഞോണം, ഇല്ല, അതെൻ്റെ അവകാശമാണ്. യേശുവിൻ നാമത്തിൽ ഞാനത് സ്വീകരിക്കുന്നു. ഞാൻ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ഈ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അവർക്ക് കൊടുത്ത വലിയ നന്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.